ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷൻ. അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ച ക്വസ്റ്റ്യനും DMസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ Q&A ചെയ്യുന്നത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും എപ്പോഴും വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാം. ബേസിക്കലി നോർമലി നമുക്ക് വരുന്നത് ഓയിലി ഡ്രൈ കോമ്പിനേഷൻ നോർമൽ സ്കിന്നുകളാണ്. അപ്പൊ ഈ കോമ്പിനേഷൻ സ്കിന്നിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോർമൽ ടു കോമ്പിനേഷൻ, നോർമൽ ടു ഡ്രൈ കോമ്പിനേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ നോർമൽ ടു ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഓയിലി ടു നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓയിലിയും ഡ്രൈയും കൂടെ വരും. ആ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഏത് ഈ പറയുന്ന ഓയിലിയും ഡ്രൈയും കൂടെ അല്ലെങ്കിൽ നോർമലും കൂടെ കൂടിച്ചേർത്ത ഏതെങ്കിലും ഒരു കൂട്ടമായിരിക്കും കോമ്പിനേഷനിൽ വരുന്നത്. ഇനി പ്രധാനമായിട്ടും 3 സ്കിൻ ടൈപ്പുകളായിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ ആക്നെ പ്രോൺ സ്കിൻ കാണും. ഇത് കൂടുതലും ഓയിലി സ്കിന്നിന്റെയും കോമ്പിനേഷൻ സ്കിന്നിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഇതാണ് ബേസിക്കലി നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഓരോ സ്കിന്നും എങ്ങനെ ആ ടൈപ്പിലോട്ട് വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ബേസിക്കലി നോർമൽ സ്കിൻ, അതായത് നോർമൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ, നോർമൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന സാധാരണ സ്കിൻ. ആ സ്കിന്നിൽ നിന്ന് ഓയിലിലോട്ട് വരുമ്പോഴുള്ള ചേഞ്ച് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമുക്കത് ഓയിലി സ്കിൻ ആവുന്നത്. ഇത് നോർമലി കാണപ്പെടുന്നത് ടീനേജേഴ്സിന്റെ ടൈമുകളിലും, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ടീനേജിന്റെ ടൈമിൽ. പിന്നെ നമുക്ക് നമ്മുടെ അന്തരീക്ഷം കുറച്ച് ഹോട്ട് വെതറിലുള്ള കണ്ടീഷൻ ആണെങ്കിൽ ആ സ്വെറ്റും എല്ലാം കൂടെ കാരണം നമ്മുടെ സ്കിന്നിന് ഓയിലി ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്, പിന്നെ സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലായിട്ട് അവർക്ക് കുറച്ച് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ അളവ്, സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആണുങ്ങൾക്ക് കൂടുതലായിട്ട് ഓയിലി സ്കിന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് ഓയിലി സ്കിന്നിലോട്ട് വരുന്നത്. ഡ്രൈ ആകുമ്പോഴത്തേക്ക് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് അധികം വർക്ക് ചെയ്യാത്ത കണ്ടീഷനാണ് നമുക്ക് ഡ്രൈ സ്കിൻ വരുന്നത്. ഡ്രൈ സ്കിൻ കൂടുതലായിട്ട് നമുക്ക് വിന്റർ സീസണുകളിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ ആൽക്കഹോളോ ഡീനാച്ചുറൽ ആൽക്കഹോളോ അടങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ കൂടുതലായിട്ടും ഡ്രൈ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഡ്രൈ സ്കിൻകാരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. കോമ്പിനേഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അത് ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ കുറവായിരിക്കും. ചില സ്ഥലത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ നോർമൽ ആയിട്ട് നിൽക്കും. ചില സ്ഥലങ്ങളിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടാവില്ല മീൻസ് അതിന്റെ പ്രൊഡക്ഷൻ, ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, പക്ഷേ ബാക്കിയുള്ള സ്ഥലം നോർമൽ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഓരോരുത്തർക്കും ചേഞ്ച് ആവുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ നേരത്തെ ഡ്രൈ സ്കിന്നിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാം, നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാം. അപ്പൊ എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ആവും ഒരു സ്കിൻ ടൈപ്പ് നോർമലി കണ്ടുപിടിക്കും. കുറേ ട്രയൽ റൺ ഒക്കെ നടത്തിയാൽ ചില സമയങ്ങൾക്ക് നമുക്ക് കറക്റ്റ് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു എന്താ വെച്ചാൽ ഈസി വേ ഇല്ല ചില ആൾക്കാർക്ക്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ഇതുപോലെ ഓറഞ്ച് പീൽ അപ്പിയറൻസ് ഉണ്ട് എങ്കിലും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിൽനെസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി വരാൻ ചാൻസ് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് മുഖത്ത് പെട്ടെന്ന് ഒരുപാട് കുരു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആവാനുള്ള ചാൻസും കൂടുതലാണ്. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഓറഞ്ച് പീൽ അപ്പിയറൻസ് ഉണ്ട്, പക്ഷേ സ്കിൻ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആവാനാണ് ചാൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഇനി മനസ്സിലാക്കാൻ ഒരു ചെറിയ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലാണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫേസ് വാഷ് എടുക്കുക. അപ്പൊ നമുക്ക് ഫേസ് വാഷ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ജെന്റിൽ ഫേസ് വാഷ് ആയിരിക്കും, ചിലപ്പോൾ ഫോമിങ് ഫേസ് വാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ഫേസ് വാഷ് ഒക്കെ ആയിരിക്കണമെങ്കിൽ നമ്മൾ നോർമൽ ഫേസ് വാഷ് എങ്ങനെയാണെങ്കിൽ, നമ്മൾ ജെന്റിലാണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 1 to 1 or 2 hour വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഓയിലി തോന്നിക്കും. അതിന് ബ്ലോട്ടിംഗ് പേപ്പർ ഒക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് മുഖത്ത് നോക്കിയാൽ നമ്മുടെ കവിളിന്റെ ഇവിടെ നെറ്റി, മൂക്കും, താടിയൊക്കെ ഒരു ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്. അതല്ല നിങ്ങളുടെ നെറ്റിയിലും മൂക്കിലും ഇവിടെയും മാത്രമേ ഓയിൽനെസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ, ടീ സോണിൽ ഓയിൽനെസ് കൂടുതലുള്ള കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഓയിൽനെസ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, പക്ഷേ വി ഷേപ്ഡ് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങളുടെ മുഖത്ത് എങ്ങും ഓയിൽനെസ് ഇല്ല, ഈ എന്താ പറയുന്നത് നമ്മുടെ മുഖം ഭയങ്കര വലിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. പക്ഷെ ചില ഭാഗങ്ങൾ വലിയുന്നതായിട്ടും ചില ഭാഗം നോർമൽ ആയിട്ടും തോന്നുന്നെങ്കിൽ ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ആയിരിക്കും. ചില ഭാഗത്ത് ഡ്രൈനെസ്സും ചില ഭാഗത്ത് കുറച്ച് ഓയിൽനെസ്സും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും.
അതല്ല നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ മാത്രം, ഇപ്പം ഇവിടെ മാത്രം ഒരു ചെറിയ ഓയിൽനെസ് ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മോസ്റ്റ് പ്രോബ്ലി നോർമൽ സ്കിന്നിലോട്ട് നമുക്ക് കമ്പയർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് ഫേസ് വാഷ് വെച്ച് മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ഫോമിംഗ് ഫേസ് വാഷാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ നമ്മൾ 2 hours എടുത്ത് നമുക്ക് ഇവിടെ 30 minutes സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു രീതിയിൽ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. ഇതിൽ മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം സ്കിന്നിൽ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാതിരിക്കുന്നതും ഒരു നല്ല വേറെ. കാരണം ഇപ്പൊ നിങ്ങൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാനായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യരുത്. അപ്പൊ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതല്ല നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ നോർമൽ സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഫേസ് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങും. രാവിലെ നിങ്ങളുടെ മുഖം എങ്ങനെയാന്ന് നോക്കാം, നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. അതല്ല ഒരു ചെറിയ വലിവൊക്കെ തോന്നുന്നെങ്കിൽ ഡ്രൈ ആണ്, ഒന്നും തോന്നില്ലെങ്കിൽ നോർമലാണ്. ടീനേജിന്റെ ടൈമിൽ കൂടുതലും ഓയിലി സ്കിൻ ആവാനാണ് ചാൻസ്, ഡ്രൈനെസ്സിലോട്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഒരുപാട് വെള്ളം കുടിയൊക്കെ കുറവാണെങ്കിൽ ഡ്രൈ സ്കിന്നിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പൊ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കും, ഞാൻ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യും. അടുത്തത് എനിക്ക് DM വന്നൊരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ആളാണ്. പുള്ളിക്കാരിയുടെ മുഖത്ത് കൂടുതലും ക്ലോസ്ഡ് കൊമഡോൺസ് ആണ്. പക്ഷേ കാരണം നമുക്ക് ഫോട്ടോ എനിക്ക് അയച്ചത് ലിറ്ററലി ക്ലോസ്ഡ് കൊമഡോൺസ് ആണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ റാൻഡമായിട്ട് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുന്ന കാരണം നമുക്ക് റിസൾട്ട് കിട്ടില്ല. ക്ലോസ്ഡ് കൊമഡോൺസ് ആണെങ്കിലും എന്ത് സ്കിൻ ടൈപ്പ് കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് സ്കിൻ പ്രൊഡക്ട്സ് മാറ്റാനായിട്ട് നിൽക്കരുത്. നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് പീരീഡ് കൊടുക്കുക. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ 3 months അല്ലെങ്കിൽ 1 week 1 year month ഒക്കെ ഒരു ഗ്യാപ്പ് കൊടുക്കുക. ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അഡാപ്റ്റ് ചെയ്യാനും അതിന്റെ സ്കിൻ വർക്ക് ചെയ്യാനും. കാരണം നമ്മുടെ സ്കിൻ സൈക്കിളൊക്കെ വരുന്ന അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കുറേ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ റാൻഡമായിട്ട് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യരുത്. പിന്നെ നമ്മൾ ക്ലോസ്ഡ് കൊമഡോൺസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ സാലിസിലിക് ആസിഡ് ജെല്ലോ പിന്നെ സാലിസിലിക് ആസിഡിന്റെ മോയ്സ്ചറൈസറോ എല്ലാം കൂടെ യൂസ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ HUBH ടോണർ വേറെയും എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാര് ഡാമേജ് ആവും, സ്കിൻ ഓവറായിട്ട് എക്സ്പോളേഷൻ നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ്ലി ഒരു ക്ലോസ്ഡ് കൊമഡോൺ എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് നോക്കും. ഫസ്റ്റ് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, നമ്മുടെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡോ ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ ആക്നേസ് കൊണ്ട് ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. മാക്സിമം ഇത്രയിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. വേറൊരു ബ്രാൻഡിലോട്ട് തൽക്കാലത്തേക്ക് വേണം, കാരണം ഇത്രയും ട്രയൽ ഞാൻ പേഴ്സണലി ട്രയൽ ചെയ്ത് എന്റെ ഫേവറേറ്റ് ആയതാണ് ഇത്രയും സാധനങ്ങൾ, അതുകൊണ്ടാണ് ഇത് ഇത്രയും നോക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലും നമുക്കൊരു തീരെ കൊമഡോജനിക് റേറ്റിംഗ് ഇല്ലാത്തൊരു മോയ്സ്ചറൈസർ എടുക്കാൻ പറഞ്ഞാൽ പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ. പ്ലമ്മിന്റെ 2% നയാസിനമൈഡ് മോയ്സ്ചറൈസർ നമുക്കൊന്ന് ട്രൈ നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല എക്സിന്റെ ഹൈഡ്രാവേൽ മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ ഡെയിലി ഡ്യൂ മോയ്സ്ചറൈസറോ സെലക്ട് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൺസ്ക്രീൻ വേണം. സൺസ്ക്രീൻ എടുക്കുമ്പോൾ മാക്സിമം മാറ്റ് ഫിനിഷ്ഡ് ആയിട്ട് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു ടെക്സ്ചർ ലുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് റിക്വലിന്റെ മാറ്റ് ഫിനിഷോ ആക്നെ യൂവിയുടെ മാറ്റ് ഫിനിഷോ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് നമ്മുടെ വിഷ് കെയറിന്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ. 2% നയാസിനമൈഡുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന സൺസ്ക്രീൻ, ഇത് സെലക്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫേസ് വാഷായി സൺസ്ക്രീന് മോയ്സ്ചറൈസറായി സൺസ്ക്രീന്, ഇനി നിങ്ങൾക്ക് ഒന്നിക്കിൽ ടോണേഴ്സ് സെലക്ട് ചെയ്യാം. സാലിസിലിക് ആസിഡ് കോസറെക്സിന്റെ HUBH ടോണറോ അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 2% സാലിസിലിക് ആസിഡ് സിറംസ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡെർമക്കോയിലുണ്ട് 2% സാലിസിലിക് ആസിഡ്, മിനിമലിസ്റ്റിലുണ്ട് 2% സാലിസിലിക് ആസിഡ്, അതല്ലെങ്കിൽ ഓർഡിനറിയിലുണ്ട് 2% സാലിസിലിക് ആസിഡ്. ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് സിറംസ് സെലക്ട് ചെയ്യാം. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. വീക്കിലി 1 or 2 നൈറ്റിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ക്ലോസ്ഡ് കൊമഡോൺസ് ഉള്ളത് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യാം. നൈറ്റിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് കിടന്നാൽ മതി. ഫേസ് വാഷ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, വേറൊരു പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ട. ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഒരു 2 to 3 months ഒരു കുഴപ്പമില്ലാണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു പേർജിങ് എഫക്റ്റോ അതായത് പെട്ടെന്നൊരു എന്താ പറയുക ഭയങ്കര റാൻഡമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള മോക്കുരു വന്നില്ലെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ച്നെസ്സോ റെഡ്നെസ്സോ വരാതിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു പ്രോസസ് ചെയ്ത് നമുക്ക് ഞാൻ പറയേ ചില ആൾക്കാർക്ക് എന്തെങ്കിലും അലർജീസ് വരും, അത് നമുക്ക് പറയാൻ പറ്റില്ല ആർക്ക് ഏത് അലർജിയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റൊട്ടീൻ ഈ അലർജീസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റൊട്ടീൻ 3 months ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാക്കാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക 3 months കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് കറക്റ്റ് പറഞ്ഞെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നൈറ്റിൽ ഫേസ് വാഷിന്
കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഈ ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് ഞാൻ 2 ഡബിൾ ക്ലെൻസിങ് അതിൽ യൂസ് ചെയ്യാൻ പറയത്തില്ല. അതിന് പകരം നിങ്ങൾ ബേസിക്കലി ഒരു ജെൽ ക്ലെൻസർ, ഏതെങ്കിലും ഒരു ജെല്ലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക. ദെൻ സാലിസിലിക് ആസിഡ് ക്ലെൻസർ ഫോളോ അപ്പ് ചെയ്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നോൺ കോമഡോജനിക് ആയിട്ടുള്ള നമ്മൾ ഡബിൾ ക്ലെൻസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. എർത്ത് ക്ലെൻസിങ് ഓയിലോ നോൺ കോമഡോജനിക് ക്ലെൻസിങ് ഓയിലോ നമ്മുടെ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിലോ, ഇത് രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. ഇത് രണ്ടും വാങ്ങിയിട്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു 3 months നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ചേഞ്ചസ് മനസ്സിലാക്കും. എപ്പോഴും മനസ്സിലാക്കാം, സ്കിൻ കെയർ ഒരു മാജിക് പ്രോസസ്സ് അല്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ 1 വീക്കിൽ റൊട്ടീൻ മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകില്ല. മിനിമം നമ്മളൊരു 4 weeks കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 3 months കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാക്സിമം നോൺ കോമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും പ്രൊഡക്ട്സും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ വെയിലത്ത് പോകുമ്പോൾ എനിക്ക് വിയർക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഹൈപ്പോക്ലോറസ് സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കെമിസ്റ്റ് കമ്പനിയിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്. നമ്മുടെ ഡെർമക്കോയിൽ പുതുതായിട്ട് ഹൈപ്പോക്ലോറസ് സ്പ്രേ യൂസ് ചെയ്യാം, എടുത്തിറക്കിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാം. ഈ ഹൈപ്പോക്ലോറസ് സ്പ്രേ നമുക്ക് റാൻഡം ആയിട്ട് യൂസ് ചെയ്യാവുന്നതിന് സൺസ്ക്രീനിന്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റുന്നതിന്. പുറത്ത് പോയി ഒരുപാട് വിയർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ വിയർപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മുഖത്ത് വരുന്നെങ്കിൽ അത് നശിക്കാനായിട്ട് ഈ ഹൈപ്പോക്ലോറസ് സ്പ്രേസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഈ റൊട്ടീൻ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, 3 months നമ്മൾ ഡ്യൂറേഷൻ കൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതൊരു ചെറിയ കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു SPF ഉള്ള ലിപ് ബാംസ് ഷെയർ ചെയ്തു, എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ നിന്നുള്ളത്. നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ SPF ലിപ് ബാം, പിന്നെ വിഷ് കെയറിന്റെ SPF ലിപ് ബാം, പിന്നെ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ ലിപ് ബാം. ഇത് 3 പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന് ആണുങ്ങൾക്കും കൂടെയുള്ള ലിപ് ബാം പറയാൻ പോകുന്നു. ഇതിനകത്ത് 3 ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ ലിപ് ബാം കുറച്ച് ടിൻഡഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മെറൂൺ കളർ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ മറ്റുള്ള വിഷ് കെയറും ഡീകൺസ്ട്രക്റ്റും ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാമാണ്. അങ്ങനെ ടിൻറ്റ് അങ്ങനെ കളേഴ്സ് ഒന്നും ഉണ്ടാവുന്നതല്ല. സോ ബേസിക്കലി എൻ്റെ ഹസ്ബൻഡൊക്കെ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ് ഡീകൺസ്ട്രക്റ്റും വിഷ് കെയറും. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക് ടിൻറ്റ് പ്രശ്നം ഇല്ലാത്തിടത്തോളം കാലം നമുക്കുള്ള ഒരുവിധം എല്ലാ ലിപ് ബാംസ് യൂസ് ചെയ്യും. പിന്നെ ലിപ് ബാമിൽ വരുന്ന ടിൻറ്റ് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. നമ്മുടെ ആ റെസിഡ്യൂ ടിൻറ്റ് പെട്ടെന്ന് മഞ്ഞു പോകും. അപ്പം നമുക്ക് റീഅപ്ലൈ ചെയ്യാനാണ് ഇഷ്യൂ. അത് അത്ര ഒരു എറിച്ച കളറൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല. പക്ഷെ എല്ലാവർക്കും പേഴ്സണൽ പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് കളർ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. മറ്റേ വിഷ് കെയറിന്റെ ലിപ് ബാമിനും അധികം ഭയങ്കര കളറൊന്നും ഇല്ല. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ട്യൂബിനകത്ത് ചിലപ്പോൾ നല്ല കളർ തോന്നിക്കുമെങ്കിലും പേഴ്സണലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കളറൊന്നും തോന്നിക്കത്തില്ല. പക്ഷെ ഫോക്സ്റ്റെയിൽ നല്ല കളറാണ്, നല്ല ടിൻറ്റുള്ള സാധനമാണ്. ഫോക്സ്റ്റെയിൽ എല്ലാ ആൾക്കാർക്കും അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ ഉപയോഗിച്ച കളർ. പക്ഷെ അവർക്ക് 4 വേരിയൻസ് വേറെ ഉണ്ട്. അതിനകത്ത് എനിക്കൊന്ന് യെല്ലോ കളർ വേരിയൻറ്റ് അത്യാവശ്യം ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് കളറാണ്, ലൈക്ക് വൈറ്റ് കളറാണ്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതല്ലെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഡീകൺസ്ട്രക്റ്റോ വിഷ് കെയറോ നല്ല ഓപ്ഷനാണ്. പിന്നെ ആണുങ്ങൾക്ക് വേറെ സ്കിൻ കെയർ ഇല്ല എന്ന് ഞാൻ കൂടെ പറയാറുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന റൊട്ടീൻ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ടിൻറ്റിന്റെ കാര്യത്തിൽ മാത്രമേ ലിപ് ബാമിൻ്റെ അവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തരികയും ചെയ്തു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് സ്നെയിൽ മ്യൂസിനും അതുപോലെ നയാസിനമൈഡും ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ആക്ച്വലി ഡ്രൈ സ്കിൻകാർക്ക് നയാസിനമൈഡ് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് സ്കിന്നിന് ഹൈഡ്രേഷൻ തരും. സ്നെയിൽ മ്യൂസിനും നല്ലതാണ്, കാരണം അതിനകത്ത് ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. ഡ്രൈ സ്കിൻകാർക്ക് നല്ലതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും സ്നെയിൽ മ്യൂസിൻ പറ്റണം എന്നില്ല. ചില ആൾക്കാർക്ക് സ്നെയിൽ മ്യൂസിൻ എഫക്റ്റീവ് ആവണമെന്നില്ല. പ്രത്യേകിച്ച് ക്വിൻസ് എനിക്ക് തോന്നുന്നു കൊറിയൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ ഡെർമക്കോഡ സ്നെയിൽ മ്യൂസിന്റെ അത്ര വലിയ ഫാനും അല്ല. പക്ഷെ എനിക്കൊന്ന് ക്വിൻസ് അത്യാവശ്യം നല്ലൊരു സ്നെയിൽ മ്യൂസിൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പൊ അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് ഫോസ്ട്രാക്സ് പറ്റാത്ത ആൾക്കാർ ക്വിൻസ് ട്രൈ ചെയ്ത് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല റിസൾട്ടും കേട്ടിട്ടുണ്ട്. പേഴ്സണലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ക്വിൻസ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയെടുത്തോളം ക്വിൻസ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ല. ക്വിൻസിന്റെ സ്നെയിൽ മ്യൂസിനും നയാസിനമൈഡും ഡ്രൈ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ നോക്കുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് 2 യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആക്നെ വേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് കുറവാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡും ഫേസ് വാഷും നയാസിനമൈഡ് സെറും പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഗ്ലൈക്കോളിക് ആസിഡ് 1 to 2% മോയ്സ്ചറൈസറിൽ ഉണ്ടാവാറുള്ളൂ. ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ പേഴ്സണലി എൻ്റെ അടുത്ത് ആരെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് മോയ്സ്ചറൈസറിന്റെ ഫോമിൽ ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നോ പറയുന്ന ആളാണ്. കാരണം ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തു, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ഓവർ എക്സ്പോളേഷൻ സ്കിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിന്റെ ഫോമിൽ നമുക്ക് 7% ടോണറിന്റെയും സെറത്തിന്റെ ഒക്കെ ഫോമിൽ കിട്ടും. ഇപ്പോൾ ഓർഡിനറിയിലാണെങ്കിൽ തന്നെ നമുക്ക് ഉണ്ട് 7% ഗ്ലൈക്കോളിക് ആസിഡ്, മിനിമലിസ്റ്റിൽ കിട്ടുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഫോർമുല എക്സിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. അതല്ലെങ്കിൽ സിറം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ ഷീറ്റിലൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഏതെങ്കിലും നൈറ്റിൽ വീക്കിലി 1 or 2 യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇപ്പം സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ഏതാണ് അത് ട്രൈ ചെയ്തു, അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഡെയിലി ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് സ്കിൻ ഓവറായിട്ട് എക്സ്പോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, നമ്മുടെ സ്കിന്നിൽ ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ Q&A. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ല എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് ഞാൻ വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.